നവരാത്രി ആഘോഷ നിറവിലാണ് തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപം. വാഗ്ദേവതയുടെ അനുഗ്രഹം തേടിയ ആയിരങ്ങളാണ് മണ്ഡപത്തിലേക്ക് എത്തുന്നത്. സരസ്വതി മണ്ഡപത്തിലെ ഇനിയുള്ള നാളുകൾ കലാസമൃദ്ധമാകും. ഇനിയുള്ള 11 നാളുകൾ ഉപാസനയുടെ വ്രതനിഷ്ഠാകാലമാണ്. വിദ്യയുടെയും കലയുടെയും പുനരുദ്ധാരണം നടക്കേണ്ട കാലം. സംഗീത സാന്ദ്രമാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ സന്ധ്യകൾ. നവരാത്രിയെ ശാസ്ത്രീയ സംഗീതത്തോട് ചേർത്ത് ശ്രുതിയിട്ടത് സ്വാതി തിരുനാൾ മഹാരാജാവാണ്. കൊല്ലവർഷം 1741 ആണ്ടിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ഇതിന്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് 1841 സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ഈ കച്ചേരി, പ്രത്യേകിച്ച് നമ്മുടെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും സരസ്വതി ദേവിയെ ഇവിടെ ആനയിച്ച്, ഇവിടെയല്ല കോട്ടയ്ക്കകത്ത് ആനയിച്ചിട്ട് കുമാരസ്വാമി ഇവിടെ കൊണ്ടിരുത്തി പൂജാവിധി പ്രകാരം അഭിഷേകം ചെയ്ത് യാത്രയാക്കുന്ന ഒരു ചടങ്ങാണ്. അതിനോടനുബന്ധിച്ച് 10 ദിവസം ഇവിടെ സംഗീത കച്ചേരി അവതരിപ്പിക്കുമായിരുന്നു. അങ്ങനെ സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് ഈ പൂജപ്പുരം സംഗീത മണ്ഡപം, അതായത് സരസ്വതി സംഗീത മണ്ഡപം സ്ഥാപിച്ചത്. അത് പിൽക്കാലത്ത് വളരെ പ്രൗഢഗംഭീരമായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വളരെ ഒരു ദേശീയ ഫെസ്റ്റിവൽ പോലെ ആണിപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. മൂകാംബിക കഴിഞ്ഞാൽ അടുത്തൊരു കൊച്ചു മൂകാംബിക പറയുന്ന പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന 13-ാം തീയതി വിദ്യാരംഭം കുറിക്കുന്നത് 1000-ന് മേലെയുള്ള 1500-ന് മേലെയുള്ള കുട്ടികളാണ് അവിടെ വിദ്യാരംഭം കുറിക്കുന്നത്. അതുമാതിരി ഗുരുക്കന്മാർ, ഒരുപാട് ഗുരുക്കന്മാർ, നിരവധി സാംസ്കാരിക സിനി ആർട്ടിസ്റ്റുമാർ, അതുമാതിരി MLA, MP, മന്ത്രിമാർ എല്ലാവരും വരുന്നുണ്ട്. കുരുന്നുകൾ വിദ്യാരംഭം നടത്താറുള്ളത് വിജയദശമി ദിനത്തിലാണ്. വാദ്യ നൃത്ത സംഗീത കലകളുടെ വാദ്യാക്ഷരം കുറിക്കുന്നതും വിജയദശമിയിലാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ഇത്തവണ പ്രഗത്ഭരായ നിരവധി പേരാണ് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു നൽകുന്നത്. പൂജപ്പുരയിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ദീപാലങ്കാരവും കാഴ്ചക്കാർക്ക് വ്യത്യസ്താനുഭവം നൽകുന്നു. ജനം, തിരുവനന്തപുരം.